ഒന്ന് ചിന്തിച്ചു നോക്കിയ ഖുർആന്റെ അത്ഭുതം. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗവാസികളായ ആളുകൾ, അൽ യൗമ, അന്നേ ദിവസം അല്ലെങ്കിൽ ഈ ദിവസം, ഫീ ശുഗുലിൻ, അവർ ഏർപ്പാടിലാണ്. യഥാർത്ഥത്തിൽ ശുഗുൽ എന്ന പദത്തിന്റെ അർത്ഥം ജോലി എന്നാണ്. ആ ശുഗുൽ എന്ന വിഷയത്തെ ദുനിയാവിലേക്ക് ചേർത്തി വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രവർത്തനമാണ്. ജോലി ഇഷ്ടമുള്ളവരാരാ? ആരെങ്കിലും ഉണ്ടോ? ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്നവർ, ഇഷ്ടം എന്ന രൂപത്തിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടല്ലേ ചെയ്യുന്ന ജോലിയെ, അല്ലേ? അല്ലാതെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ജോലി ഇഷ്ടപ്പെടും? അതുകൊണ്ടല്ലേ നമ്മുടെ വീടുകളിലൊക്കെ മെഷീനുകൾ കൂടാൻ തുടങ്ങിയത്. എങ്ങനെ? ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, മെഷീന് പണിയെടുക്കട്ടെ, ഇതാണ് അതിന്റെ ഇത്. അപ്പൊ ഈ ശുഗുൽ എന്ന പദം അള്ളാഹു കൊണ്ടുവന്നപ്പോ, നമ്മൾ ശുഗുൽ എന്ന് പറയുമ്പോ ദുനിയാവിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത വിഷയമാണ് ശുഗുൽ, ജോലി. കഴിയില്ല. എന്നാൽ സ്വർഗലോകത്തേക്ക് ശുഗുലിനെ വെച്ച് കഴിഞ്ഞാലോ, ഇഷ്ടത്തോടെ ചെയ്യുന്ന ഏർപ്പാടാണ് സ്വർഗലോകത്തുള്ളത് ആ ശുഗുൽ. ആ ജോലി എനിക്ക് ഉണ്ടായെങ്കിൽ എന്ന് ചിന്തിക്കുമാർ അത്ഭുതപ്പെടുന്ന വിഷയമാണ് സ്വർഗത്തിലെ ശുഗുൽ എന്ന് പറയുന്നത്. അതിൽ ഫാക്കിഹൂൻ, ആസ്വദിക്കുന്നവരാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. ദുന്യാവിലെ ജോലിയിൽ ആരും ആസ്വദിക്കുന്നില്ല. നന്നായി സമ്പത്തുണ്ടാക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ആളുടെ വീട്ടുകാർ പറയുന്ന മറുപടി എന്താ? അയാളുടെ കഷ്ടപ്പാട് അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് നല്ല ശമ്പളമുള്ളത് എന്ന് പറയും, അല്ലേ? അപ്പൊ കഷ്ടപ്പാടുണ്ടെങ്കിലേ നന്നായി ആസ്വദിക്കാൻ ഇവിടെ പറ്റുകയുള്ളൂ ദുന്യാവിലെ ജോലിക്ക്. എന്നാൽ സ്വർഗത്തിലെ ജോലിയോ, ആ ജോലി തന്നെ ആസ്വാദനമാണ്. എന്താ അവിടുത്തെ ജോലി? അവിടുത്തെ ജോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കിളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അവിടെ കിളക്കാനും പൂട്ടാനും പണിയെടുക്കാനൊന്നും നീ തുനിയണ്ട. അവിടെ അങ്ങനത്തെ ആവശ്യമേ ഇല്ല. ആ ജോലിയല്ല അവിടെയുള്ളത്. എന്നിട്ട് പിന്നെ എന്താണ് ജോലി? നിന്റെ കണ്ണുകൾക്ക് അവിടെ ജോലിയുണ്ട്, നിന്റെ കാതുകൾക്ക് സ്വർഗലോകത്ത് ജോലിയുണ്ട്. എന്താ ജോലി? ഫാക്കിഹൂൻ, ആസ്വാദനമാണ്. എന്താ നിനക്ക് വേണ്ടത്? അത് തന്നെ. സ്വർഗലോകത്തെ വിഷയത്തെ, അത്ഭുതങ്ങളെ ചില മതപണ്ഡിതന്മാരൊക്കെ പറയുമ്പോ